പുഴുങ്ങിയ ആട്ടിൻ തലയടക്കമുള്ള വിഭവങ്ങളുമായി സജീവമാകുകയാണ് സൗദി യാംബുവിലെ വൈകുന്നേര ചന്ത. റംലാനിൽ മാത്രമുള്ള ഈ ചന്തയിൽ ഏറ്റവും അധികം എത്തുന്നത് സൗദികൾ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ നാടൻ ചന്തകളെ പോലെ സൗദിയിലെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളും വിഭവങ്ങളുമെല്ലാം ഇവിടെ ലഭിക്കും. വിലപേശി കച്ചവടം ഉറപ്പിക്കുന്നതാണ് ഇവിടുത്തെ രീതി. റമദാൻ വന്നതോടെ സജീവമായിരിക്കുകയാണ് സൗദിയുടെ മാർക്കറ്റ്. ഞാനിപ്പോൾ ഉള്ളത് യാംബുവിലാണ്. യാംബുവിൽ റമദാന് മാത്രമായി സജ്ജീകരിക്കുന്ന പ്രത്യേക സൂക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ആടിന്റെ തലയടക്കം വളരെ അപൂർവമായിട്ടുള്ള പുരാതന ഭക്ഷ്യവിഭവങ്ങൾ ആ പുരാതന രീതിയിൽ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഒരു മാസമായിരിക്കും ഈ ഒരു സൂക്ക് പ്രവർത്തിക്കുക. ഏറ്റവും അധികം സൗദികളാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങാനും ഇവിടുത്തെ വിവിധ പരിപാടികളുണ്ട്, കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്. ഇത്തരം നിരവധി പരിപാടികളും ഈ സൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൂക്കിന്റെ കാഴ്ചകൾ, വിശേഷങ്ങൾ, കഥ അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ 15 വർഷമായുണ്ട് യാംബുവിലെ റമദാൻ സൂക്ക്. പഴമയുടെ പാരമ്പര്യം ഒട്ടും ചോരാതെയാണ് നടത്തിപ്പ്. വൈകുന്നേരമാകുന്നതോടെ തിരക്കേറും. കുടുംബവുമൊത്താണ് അറബികൾ ഇവിടെ വരുന്നത്. വിഭവങ്ങളും വൈവിധ്യം കൊണ്ട് വ്യത്യസ്തമാണ്. മഞ്ഞളിൽ പുഴുങ്ങിയെടുത്ത ആടിന്റെ തലയാണ് പ്രധാന വിഭവം. മുഴുവനായും പുഴുങ്ങിയ തല പൊളിച്ചെടുത്ത് വളരെ കുറഞ്ഞ മസാല ചേർത്തുണ്ടാക്കുന്ന ഈ വിഭവം പ്രദേശത്തെ സൗദികളുടെ ഇഷ്ട ഇനമാണ്. ഇതിനു പുറമെ ലഹം, ദുഗ്ഗ, സൂബിയ, വരാഖ്, ഐനബ്, ഹരീസ്, മുത്തബക് തുടങ്ങിയ അറബികളുടെ പരമ്പരാഗത വിഭവങ്ങൾ ഇവിടെ സുലഭമാണ്. ഞങ്ങൾ എല്ലാ വർഷവും വരാറുള്ളതാണ് ഇവിടെ. ഇതിപ്പോൾ ഒരു പുതിയ സ്ഥലമാണ്, അപ്പോൾ അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. പിന്നെ നല്ല വൈഡായിട്ടുള്ള ഏരിയ ആണ്. പിന്നെ കുറേ സ്റ്റോളുകളുണ്ട്. മിക്കവാറും അറബിക് കൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങളാണ് മിക്കവാറും ഉള്ളത്. സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നാടൻ പച്ചക്കറികളുമായി ഒരു കൂട്ടം കർഷകരും ഇവിടെയുണ്ട്. വിവിധ ഇനം മുളകുകൾ, ചീര, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കച്ചവടവും തകൃതി. This is our product from our farm and we are bring this from Yanbu An-Nakhal and we sell this all our product. This all environment without adding any additional chemical or anything additional. വിലപേശിയാണ് കച്ചവടം. കെട്ടിലും മട്ടിലും പുരാതന ചന്തയുടെ അതേ പ്രൗഢി. So this souk every year is coming like that during Ramadan to selling to the people everything for fooding during Ramadan. For example, this one everybody knows what this month we use it in Muslim use it in Masjid Medina Munawwara with that shirek eat together with the laban. കച്ചവടത്തിന് പുറമെ സൗഹൃദവും സ്നേഹവുമെല്ലാം ഇവിടെ കാണാം. യാംബു റോയൽ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് നടത്തിപ്പ്. നോമ്പ് തുറന്ന് രാത്രിയായ കുടുംബസംഗമങ്ങളുടെയും സാംസ്കാരിക പരിപാടികളുടെയും വേദി കൂടിയാണ് ഇവിടം. വ്രതകാലം കഴിയുന്നതുവരെ ഇത്തരം സൂക്കുകളും സൗദിയിലുടനീളം സജീവമായി തന്നെ തുടരും. യാംബുവിൽ നിന്നും നിയാസ് യൂസഫിനൊപ്പം വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.